അതിൻ്റെ പേപ്പറും കോപ്പിയുണ്ട്. നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പിയാണ്. അച്ഛന്, സഹോദരന്, മകന്, സുഹൃത്തിന് വേണ്ടി, നമ്മുടെ അച്ഛന്, സഹോദരന്, മകന്, സുഹൃത്തിന് വേണ്ടി MLA എൽദോസ് കുന്നപ്പള്ളിക്ക് ഇന്നലെ സമർപ്പിച്ചിരുന്നു. അതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ AKM അടക്കമുള്ള ദേശീയ തലത്തിൽ അടക്കമുള്ള സംഘടനകളുടെ സപ്പോർട്ടോടുകൂടിയാണ് സമർപ്പിച്ചത്. നമ്മൾ അടക്കമുള്ള വ്യത്യസ്ത അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു. അങ്ങനെ യുവജന കമ്മീഷൻ്റെ മോഡലിൽ, വനിതാ കമ്മീഷൻ്റെ മോഡലിൽ ഒരു കാര്യം ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആ ഒരു ഡ്രാഫ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം അതൊരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ആയിരിക്കും. നമ്മളാണ്, കേരളമാണ് 2013 യുവജന കമ്മീഷൻ ആദ്യമായി വൺ ഓഫ് ദി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഇന്ത്യൻ ഗവൺമെൻറ് കഴിഞ്ഞ വർഷമാണ് 2024 അത് നിർമ്മിച്ചത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു പോസിറ്റീവ് ലെജിസ്ലേഷനായി യുവജന കമ്മീഷൻ കൊണ്ടുവരാനുള്ളൊരു നീക്കം മുമ്പോട്ട് പോകാം. പുരുഷ കമ്മീഷൻ അതിലെ 1-2 പെട്ടെന്നുള്ള ഡിമാൻഡ് ഇദ്ദേഹത്തിനൊക്കെ ആപ്ലിക്കബിൾ ആയ കാര്യങ്ങളാണ്. ആരെങ്കിലും ഒരാൾ, ഞാൻ മീഡിയക്കാർ ഇതായിട്ടല്ല, ആരെങ്കിലും ഒരാൾ ഗ്രീഷ്മയെ വേട്ടക്കാരി എന്ന് വിളിക്കുന്നത് കേട്ടോ? അതെന്താ, ഗ്രീഷ്മ വേട്ടക്കാരി അല്ലേ? അതായത് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ വേട്ടക്കാരനായി, ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ അവിടെ വേട്ടക്കാരനായി. എന്തേ ഗ്രീഷ്മ വേട്ടക്കാരിയല്ലേ? ആരെങ്കിലും ഒരാൾ ഷാരൻ ഇരയാണെന്ന് നിങ്ങൾ പറയണ കേട്ടോ? അതെന്താ, ഈ ഇര എന്ന വാക്ക് എന്നും സ്ത്രീക്കും, വേട്ടക്കാരൻ എന്ന വാക്ക് എന്നും പുരുഷനും വേണ്ടി റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണോ? അല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഷാരോൺ എന്ന ഇര, ഗ്രീഷ്മ എന്ന വേട്ടക്കാരി, ആ വേട്ടക്കാരിയെ ന്യായീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ, പ്രമുഖ മാധ്യമ അനലിസ്റ്റുകൾ, പ്രമുഖ മാധ്യമങ്ങളിലെ പല ആൾക്കാരും, എല്ലാവരും ഒന്നും പറയുന്നില്ല, പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങളിൽ വരെ, ഞാൻ ഇന്നലെ ബർഖാത്തിൻ്റെ പരിപാടിക്കിരുന്നു, അവിടെയും പല ആൾക്കാരും ആ കുട്ടി എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ. അതായത് കൊലപാതകത്തെ പോലും ന്യായീകരിക്കുകയാണ്. നേരെ തിരിച്ച്, അത് മാത്രമാണ്, നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഷാരനെ ന്യായീകരിക്കുന്നതിൻ്റെ അടുത്തൂടെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ, ഓൾറെഡി പുള്ളിക്കെതിരെ കേസുകൾ വലുതുണ്ട്, പുള്ളിയോ എന്നെയോ ഇദ്ദേഹത്തെയോ പിടിച്ചിട്ട് ആ ഒരു മടി കാണിക്കൂ. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് അവസാനിക്കണം. പുരുഷ കമ്മീഷന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.